ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐബി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നടാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പല ആൾക്കാരും സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഇത് 7 അടിയുള്ളൊരു തൂണാണ് റെഡിയാക്കിയിട്ടുള്ളത്. 2 അടിയോളം മണ്ണിനടിയിലാണ്. അപ്പോൾ ഇത് മണ്ണിനടിയിലെന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണിനടിയിൽ 2 അടിയിട്ട് കല്ലിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് തൂണ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ടയറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വളർന്ന് കയറി ഇങ്ങനെ അങ്ങ് പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിനി ഇതിൻ്റെ അകത്താണ് വളങ്ങളൊക്കെ ഇട്ട് നടുന്നത്. വളമെന്ന് പറയുമ്പോഴത്തേക്ക് ചാണകം, എല്ലുപൊടി, വേപ്പും പുണ്ണാക്ക് എന്നിവയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. രണ്ട് ബക്കറ്റ് ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1/2 കിലോ വേപ്പം പുണ്ണാക്ക്, ഇത്രയും കൂടെ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്യണം. മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വേണം നടാൻ. അപ്പോൾ ഈ തൂണിൽ 4 തൈകളാണ് ഞാൻ നടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ വെള്ളം കെട്ടി നിൽക്കരുത് ഈ ഭാഗം. അപ്പോൾ മണ്ണെപ്പോഴും ഒത്തിരി പൊക്കമാണ് ഈ ഭാഗം. അപ്പോൾ ഈ തൈ നടയാണ്, അതായത് വേര് വന്നിട്ടുള്ളൊരു തൈയാണ് ഞാൻ നട്ട തൈ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ചരിച്ച് വേണം നട്ടു കൊടുക്കാൻ. ഇങ്ങനെ നട്ടതിന് ശേഷം 4 ഭാഗത്ത് ഓരോന്ന് നടും. നട്ടതിന് ശേഷം പിടിച്ച് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് ഇത് വളർന്നങ്ങ് പൊയ്ക്കോളും. പിന്നെ 4 തൈകളാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ 4 തൈകളൂടെ ഒരുമിച്ച് ഇതുപോലെ കെട്ടി വെക്കും. അപ്പോൾ 4 തൈകൾ ഞാൻ ഇവിടെ കെട്ടി. അപ്പോൾ ഇത് വളരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് എപ്പോഴും കൂമ്പാരം കൂട്ടി ഇട്ടേക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം പൊട്ടി ഇതിൻ്റെ മൂട്ടിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് വെള്ളം ആവശ്യമില്ല. വല്ലപ്പോഴാ കൂടി ഒരിത്തിരി വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ ആൾക്കാർ പലരും ഇതുപോലെ തൂണല്ലാതെ വലിയ മരത്തടികളിൽ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഡ്രമ്മിൽ ചെയ്യാറുണ്ട്, ചട്ടികളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇത് പിടിക്കും. പക്ഷേ അതനുസരിച്ച് നമ്മൾ വെള്ളം കെട്ടാതെ നോക്കണം. അപ്പോൾ ഇതിനി വളർന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇനി പുറത്ത് വരുമ്പോഴത്തേക്കാണ് വളർന്നിങ്ങനെ ഇറങ്ങും. ഇത് ഡ്രമ്മിൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പം ഡ്രമ്മിൽ വേണമെങ്കിൽ ഇതുപോലെ നടാൻ പറ്റും. എപ്പോഴും തൂണിൽ ചെയ്യുന്നതാണ് നല്ലത്. തൂണിലാകുമ്പോഴത്തേക്ക് ഒരു 10-15 വർഷം ഈ ചെടിക്ക് ഒരു കേടുപാട് സംഭവിക്കില്ല. അതുപോലെ വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നട്ടുകൊടുത്താൽ നല്ല വെയിൽ വേണം. ഇതിന് വെയിൽ അത്യന്താപേക്ഷിതമാണ്. കള്ളിമുള്ള് കണക്കുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ വെള്ളം വളരെ ചെറിയ രീതിയിൽ മതി. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.